Hello my viewers, welcome back to my channel. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് സ്വീറ്റ് കോൺ സൂപ്പ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ ഈസി ആയിട്ടുള്ള സ്വീറ്റ് കോൺ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് സ്വീറ്റ് കോൺ തന്നെയാണ് ആവശ്യം. അപ്പോൾ ഞാൻ 8 ടേബിൾ സ്പൂൺ സ്വീറ്റ് കോൺ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാൻഡ് കോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രഷ് കോണാണെങ്കിൽ അത് ആദ്യം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോഴാണ് നല്ല കുക്കായിട്ട് കിട്ടുള്ളൂ. അല്ലാതെ സൂപ്പിൽ ലാസ്റ്റ് ചേർക്കുമ്പോൾ അങ്ങനെ കുക്കായി കിട്ടില്ല. അത് കാരണം ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും. ഈ എടുത്തു വെച്ചിരിക്കുന്ന കോണിൻ്റെ അകത്ത് ഹാഫായി നമ്മൾ ആദ്യം ഒന്ന് അരച്ചെടുക്കണം. അപ്പം ടോട്ടൽ ഞാൻ 8 ടേബിൾ സ്പൂണാണ് സ്വീറ്റ് കോൺ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ ഒന്ന് അരച്ചെടുക്കാം. സ്വീറ്റ് കോൺ ഇപ്പോൾ നല്ലോണം ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി സൂപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ വൈറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതല്ലെങ്കിൽ ചെറിയ സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പകുതി ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും ഒരു 5 ബീൻസ് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ സൂപ്പിൽ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് ഒക്കെ ഉള്ള 1/4 ഭാഗം കുക്കായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന സ്വീറ്റ് കോണിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ അരച്ചിട്ട് ചേർക്കുമ്പോഴാണ് സൂപ്പ് കുറച്ച് കട്ടിയായിട്ടും പിന്നെ ഈ സ്വീറ്റ് കോണിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം ഇറങ്ങുക ഈ സൂപ്പിൽ. അതിനായിട്ടാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഇപ്പോൾ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/4 കപ്പ് വെള്ളവും കൂടി മിക്സ് ചെയ്തതാണ്. അത് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സൂപ്പിലേക്ക് കുറച്ച് സ്പൈസി ആവാനായിട്ട് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്വീറ്റ് കോൺ സൂപ്പ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. സൂപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഹെൽത്തി ആൻഡ് ടേസ്റ്റി സ്വീറ്റ് കോൺ സൂപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.